നമ്മളോടൊപ്പം ഇവിടെയുള്ള ഈ പ്രദേശവാസി കൂടെ ചേരുകയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗവുമായിട്ടുണ്ട് അദ്ദേഹം. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഇവിടെ എത്തിയവർക്ക് ഭക്ഷണം കിട്ടാതെ പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അതെ അതെ, ഇന്നലെ ഉച്ച സമയത്ത് മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ റെസ്ക്യൂ ടീമുകളും ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനൊരു പരിഹാരം കാണാം, നാളെ മുതൽ ഞങ്ങൾ അതിനൊരു പരിഹാരം കണ്ടെത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവരിന്ന് അതിനുള്ള പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലാണോ താമസിക്കുന്നത്? ഇവിടെയുള്ള ഈ ഒരു സംഭവത്തിന് ഈ സംഭവ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. സംഭവ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല. സംഭവ സമയത്ത് ഞാൻ പാലത്തിൻ്റെ അപ്പുറത്തായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നിലവിളി കേട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഓടി വരുന്നത്. ഓടി വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമായി മാറി. പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. ഞാൻ പാലത്തിൻ്റെ അപ്പുറത്താണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിരവധി പേര് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ, അതായത് അന്ന് കുറേ പേരെ രക്ഷിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു പോയ കുറേ ആളുകളില്ലേ? ഉണ്ട്, രണ്ടാളുണ്ട്. അന്ന് രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ കൂടെ വന്ന രണ്ടാളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒന്ന് പ്രജീഷും ശരത്തും. അത് നമ്മൾ ഭയങ്കര ഒരു ദുഃഖകരമായ ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയും കൊണ്ട് അവരെന്നെ പോവുക എന്ന് പറയുമ്പോൾ വളരെയേറെ ദുഃഖത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രജീഷിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. ഈ നാട്ടിലൊക്കെ തന്നെ വലിയ ഉപകാരിയായിരുന്നു. തൻ്റെ ജീവൻ പണയം വെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു വാശിയോടുകൂടി തന്നെ ആ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിലാണ് അല്ലേ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? അതെ അതെ, പ്രജീഷ് എന്ന് പറയുന്ന ആൾ ഒരു ചെറുപ്പക്കാരനാണ്. എന്തായാലും അവർ കല്യാണമായാലും എന്ത് പരിപാടി ആയാലും വിളിച്ച അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളാണ്. എന്ത് സഹായത്തിനും വിളിച്ചാലും ഓടിയെത്തും, എല്ലാവരുടെയും ഓടിയെത്തും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും എന്താ പറയുക, അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ. വലിയൊരു സങ്കടം തന്നെയാണ്. വലിയൊരു സങ്കടം തന്നെയാണ് അദ്ദേഹം പോയതിൻ്റെ ഇതിൽ നമ്മൾ